നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാനും കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ മോശമാക്കാനും അത് കാരണമാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും, വിഷമങ്ങളും, സങ്കടങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ചിന്തകളുടെ ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും. നിസ്സാര കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ വലിയ കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളും ആക്കി മാറ്റും. ആവശ്യമില്ലാത്ത ഭയങ്ങൾ, ടെൻഷൻ, വറീസ് ഒക്കെ നമ്മുടെ മനസ്സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കും. ഇങ്ങനെ നമ്മുടെ സ്വന്തം ചിന്തകൾ നമുക്കെതിരെ തിരിയാൻ കാരണമാകുന്ന നമുക്കുള്ള ഒരു അൺഹെൽത്തി ആയുള്ള ഒരു ഹാബിറ്റാണ് ഓവർ തിങ്കിങ് എന്നത്, അമിത ചിന്ത. അമിതമായാൽ അമൃതവും വിഷവും എന്ന് പറയുന്ന പോലെ പല സിറ്റുവേഷനിലും നമ്മുടെ ചിന്തകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും പല സിറ്റുവേഷൻസിലും അത് അമിതമാകുമ്പോൾ ഒരു വിഷമായി മാറാറുണ്ട്. ഓവർ തിങ്കിങ് നമ്മളെ ലൈഫിൽ പലയിടത്തും സ്റ്റക്കാക്കി നിർത്തും, നമ്മളിൽ ഭയം അധികമാക്കും, എല്ലാത്തിനെയും നെഗറ്റീവായി കാണാൻ നമ്മളെ ഫോഴ്സ് ചെയ്യും, നമ്മളെ സ്ട്രെസ്സ് കൂട്ടും, നമ്മളുടെ ഉറക്കം കെടുത്തും, നമ്മളെ ഡിപ്രസ്ഡ് ആക്കും, ആങ്ഷ്യസ് ആക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ മിസറബിൾ ആക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ മേലെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ ചിന്തകൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബട്ട് എങ്ങനെ? അതാണ് നമ്മൾ ഈ വീഡിയോ കോഴ്സിലൂടെ അറിയാൻ പോകുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ ചിന്തകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചിന്തകൾ അത് നമ്മളല്ല എന്ന് മനസ്സിലാക്കുക. എൻ്റെ ചിന്തകൾ ഞാനല്ല. നമ്മുടെ ചിന്തകൾ എൻ്റെ ചിന്തകൾ എന്നിൽ ഉണ്ടാവുന്ന ഒരു കാര്യം മാത്രമാണ്, അത് ഞാനല്ല. എൻ്റെ ചിന്തകളേക്കാൾ വലുതാണ് ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും ആദ്യം തിരിച്ചറിയണം. പലപ്പോഴും നമ്മളുടെ ചിന്തകൾ പറയുന്നത് ശരിയായിരിക്കും, പലപ്പോഴും അത് തെറ്റായിരിക്കും. പലപ്പോഴും നമ്മുടെ ചിന്തകളെ സീരിയസ് ആക്കി എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പലപ്പോഴും അതത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ചില ടൈമിൽ നമ്മുടെ ചിന്തകളെ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമായിരിക്കും, ചില ടൈമിൽ നമ്മുടെ ചിന്തകളെ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും അത് നമ്മൾക്കെതിരെ പ്രവർത്തിക്കാറുണ്ട്. സോ ഇവിടെ നമ്മൾക്ക് ഉണ്ടാവുന്ന ചിന്തകളെയെല്ലാം അതേപടി ആദ്യം തന്നെ വിശ്വസിക്കാതിരിക്കുന്നതാണ് അതിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലാക്കുക, നമ്മുടെ ചിന്തകളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാമെന്നും നമ്മുടെ ചിന്തകൾ ഒരുപാട് തെറ്റിദ്ധാരണകളും ബയാസുകൾ നിറഞ്ഞതുമാണെന്ന്. നമ്മളുടെ പല പ്രശ്നങ്ങളും നമ്മൾ കരുതുന്നത് പോലെ അത്ര വലിയ പ്രശ്നങ്ങളായിരിക്കില്ല. നമ്മളുടെ പല വലിയ വിഷമങ്ങളും പലപ്പോഴും അത്ര വലുതായി വിഷമിക്കേണ്ട കാര്യങ്ങളായിരിക്കില്ല. നമ്മളുടെ വലിയ ഭയങ്ങൾ അത്ര പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കില്ല. സത്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതും സത്യങ്ങളായിരിക്കില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളിൽ നമ്മൾ പെട്ടുപോകാറുണ്ട്, നമ്മൾ അതിൽ ലയിച്ചു പോകും, നമ്മൾ അറിയാതെ. ആ നിമിഷത്തിൽ അതിൻ്റെ മേൽ നമുക്കൊരു കൺട്രോളും ഉണ്ടാവില്ല. ആ ചിന്തകൾക്കനുസരിച്ച് യുക്തിപരമല്ലാത്ത പല തീരുമാനങ്ങളും നമ്മൾ എടുക്കാം. പിന്നീട് കുറ്റബോധം തോന്നിയേക്കാവുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തേക്കാം. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ സ്വന്തം ചിന്തകളിൽ പെട്ടുപോകാതെ, അതിൽ ലയിച്ചു ചേരാതെ നമ്മുടെ ചിന്തകളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നമ്മുടെ സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുക. കൗതുകത്തോടെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളെ നിരീക്ഷിക്കുക. നമ്മളിൽ ഉണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നിരീക്ഷിക്കുക. നമ്മളുടെ ഉള്ളിൽ മറ്റൊരു വ്യക്തി ഇരുന്ന് സംസാരിക്കുന്നത് പോലെ അതിനെ കാണുക. അതിനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ചിന്തകളിൽ നിന്ന് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ ആ ചിന്തകൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെടും. ആ ചിന്തകൾ നമ്മളുടെ നിരീക്ഷണത്തിലാണ്. നമ്മളാണ് ഇനി ആ ചിന്തകൾ വെച്ച് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കൊരിക്കലും ഈ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാനായി സാധിക്കില്ല. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതും നടക്കുകയില്ല. മറിച്ച് നമ്മൾ അതിന് ശ്രമിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. ഫോർ എക്സാമ്പിൾ, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഒരു 30 സെക്കൻഡ് കണ്ണടച്ചിരിക്കാം. റൂൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു തോട്ടും വരരുത്. റെഡിയാണോ? സ്റ്റാർട്ട്. എനിക്കറിയാം നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന്, കാരണം ആർക്കും അങ്ങനെ സാധിക്കില്ല. ഇത് നമ്മളുടെ ഹ്യൂമൻ നേച്ചറാണ്. വേണേൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല എന്ന്. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ പല തോട്ട്സും നിങ്ങളുടെ മൈൻഡിൽ അൺകോൺഷ്യസ് ആയിട്ട് വന്നു പോയിട്ടുണ്ടാവും. അത് നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ്. സോ ഇപ്പോൾ ചിന്തകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. ഇനി എന്തെങ്കിലും തോട്ട്സിനെ പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അടുത്ത 10 സെക്കൻഡിൽ നിങ്ങൾ ബിരിയാണിയെക്കുറിച്ച് ചിന്തിക്കരുത്. ഫെയിലായല്ലേ? ബിരിയാണി എന്ന് ഞാൻ പറയുമ്പോഴേക്കും വായിൽ വെള്ളം വരുന്ന രീതിയിൽ ഒരു ഫുൾ പ്ലേറ്റ് ബിരിയാണി നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. സോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചാലും അത് നടക്കുകയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ ചിന്തകളെ നിർത്താനൊന്നും ശ്രമിക്കുന്നില്ല, പകരം അതിനെ നമ്മൾ ശരിയായി മാനേജ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓവർ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ഈ 2 കാര്യങ്ങളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. 2 കോർ പ്രിൻസിപ്പിൾസ്: അവയർനെസ് ഓഫ് തോട്ടും മാനേജിങ് ദ തോട്ടും. ഇത് രണ്ടും എങ്ങനെ എഫക്റ്റീവായി ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇനി പറയാം. നമ്മൾ പറഞ്ഞു നമ്മുടെ തോട്ട്സിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്യുന്നവരായി മാറണമെന്ന്. ബട്ട് പലർക്കും ഇത് കൺഫ്യൂസിങ്ങും ചിലപ്പോൾ ഇമ്പോസിബിളൊക്കെ ആയി തോന്നിയേക്കാം. പക്ഷേ ഈ എബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. അതിനെ മെറ്റാ കോഗ്നിഷൻ എന്ന് പറയും. അതിനെ പ്രാക്ടീസിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഏതൊരു സിറ്റുവേഷനിലും ഓവർ പാനിക് ആവുന്ന ടൈമിലോ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്നതോ ആയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് കുറച്ച് ഡീപ്പ് ബ്രെത്ത് എടുത്ത് വിടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് പിടിക്കാം. ഒരുപാട് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഓടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം, ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്.
കൗതുകത്തോടെ അതിനെ നോക്കിക്കാണുക. റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, എന്തിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ഇത് സഹായിക്കും. ഇതൊരു ഹാബിറ്റാക്കി മാറ്റുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളിപ്പോൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇങ്ങനെ നമ്മളുടെ തോട്ട്സിൻ്റെ മേൽ അവയർനെസ് വർദ്ധിപ്പിക്കാൻ മറ്റു ചില പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട്. ലൈക്ക് മെഡിറ്റേഷൻ, എസ്പെഷ്യലി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. പേഴ്സണലി മെഡിറ്റേഷനാണ് എനിക്ക് എൻ്റെ തോട്ട്സിൻ്റെ മേലെ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. മെഡിറ്റേഷനെ പറ്റിയും മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു പ്രാക്ടീസാണ് ജേർണലിംഗ് എന്നത്. ജേർണലിംഗ് ഇതിന് പറ്റിയ ഒരു ബെസ്റ്റ് ആയുള്ള ഹാബിറ്റാണ്. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സിനെയും മറ്റൊക്കെ പുറത്തൊരു പേപ്പറിലോ മറ്റോ ഡെയിലിയും ഒരു ഡയറി എഴുതുന്ന പോലെ എഴുതി വെക്കുന്നതിനെയാണ്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ നമ്മുടെ തോട്ട്സിനെ ഒരു പേപ്പറിലോ മറ്റോ എഴുതി വെക്കുന്നത് ശീലമാക്കുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട്സിനെ പുറമേ നിന്ന് ക്ലിയർ ആയി കാണാൻ സാധിക്കും. അതിൽ അവെയർ ആവാൻ പറ്റും. കൂടാതെ നമ്മുടെ മനസ്സിലുള്ള ഭാരങ്ങളെയൊക്കെ ഇറക്കി വെക്കുന്ന ഒരു ഫീലായിരിക്കും അതൊക്കെ നമ്മൾ ഒരിടത്ത് എഴുതി വെക്കുമ്പോൾ. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിന്തകളിൽ പലതും പല മിസ്റ്റേക്കുകളും തെറ്റിദ്ധാരണകളും ബയാസുകളും നിറഞ്ഞതായിരിക്കും എന്നൊക്കെ. ഇങ്ങനെ നമ്മുടെ തോട്ട്സ് എല്ലാം ഒരിടത്ത് നമ്മൾ എഴുതി വെക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ ആ എഴുതിയ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ മിസ്റ്റേക്കുകളും തെറ്റിദ്ധാരണകളും ഈ യുക്തിപരമല്ലാത്ത പല കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാനായി പറ്റിയിരിക്കും. കാരണം ഈ ചിന്തകളെല്ലാം നമ്മുടെ തലയിലിരിക്കുമ്പോൾ അത് നോട്ടീസ് ചെയ്യാൻ പാടായിരിക്കും. പുറമേ നിന്ന് അതിനെ നോക്കിക്കാണുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. സോ ആദ്യം നമ്മുടെ തോട്ട്സിൻ്റെ മേൽ അവയർനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ദെൻ ഈ തോട്ട്സൊക്കെ നമുക്കെതിരെ തിരിയുന്നതിന് മുമ്പ് അതിനെ ഹെൽത്തിയായി കൈകാര്യം ചെയ്യുക, അതിനെ നന്നായി മാനേജ് ചെയ്യുക. നമ്മുടെ തോട്ട്സിൻ്റെ മേലെ അവയർനെസ് കൊണ്ടുവന്നു. ഇനി നമ്മുടെ തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്യാനോ അതിനെ ഒഴിവാക്കാനോ അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിന്തകളെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ സ്വയം ഡിസ്ട്രാക്ട് ചെയ്യാതെ നമ്മുടെ ചിന്തകളെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ചിന്തകളെ പ്രൊഡക്റ്റീവായ ഹെൽത്തി ആയുള്ള രീതിയിലോട്ട് മാറ്റിയെടുക്കുന്നു. തോട്ട്സ് നമ്മളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ മേലെ അവയർനെസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ, ആ തോട്ട്സിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കൺട്രോൾ ഉണ്ടാവില്ല. അൺകോൺഷ്യസ് ആയി നമ്മുടെ തോട്ട്സ് നമ്മളെ കൺട്രോൾ ചെയ്യുകയായിരിക്കും. ബട്ട് നമ്മുടെ തോട്ട്സിൻ്റെ മേലെ അവെയർ ആയാൽ നമുക്ക് നമ്മുടെ തോട്ട്സിൽ ചേഞ്ചസ് ഉണ്ടാക്കാനും അതിൽ ഡിഫറെൻ്റ് ആയുള്ള പെർസ്പെക്റ്റീവ് കൊടുക്കാനും പുതിയ തോട്ട്സ് കോൺഷ്യസ്ലി ആഡ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. അതുവഴി അൺഹെൽത്തി ആയുള്ള, നമുക്ക് ദോഷം ചെയ്യുന്ന ചിന്തകളെ ഹെൽത്തി ആയുള്ള, നമുക്ക് ഗുണം ചെയ്യുന്ന തോട്ട്സുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. സ്വയം നമ്മളോട് തന്നെ സംസാരിക്കുക, ഒരു നല്ല സുഹൃത്ത് എന്ന പോലെ. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈലി ഇമോഷണൽ ആയിരിക്കുമ്പോൾ നമ്മുടെ തോട്ട്സിൻ്റെ മേലെ കൺട്രോൾ നഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നമ്മുടെ മൈൻഡിനെ എപ്പോഴും ഒരു കാമായ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരേണ്ടത് എപ്പോഴും നമ്മളുടെ ഒരു പ്രയോറിറ്റി ആക്കി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ ദേഷ്യം കയറി ഇരിക്കുന്ന ടൈമിൽ അവിടെ ഒന്ന് പോസ് ചെയ്ത് നമ്മൾ ദേഷ്യം കൂട്ടുന്ന സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറി നിൽക്കുക. വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ടൈമിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കുക. നമ്മുടെ വിഷമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരുടെയെങ്കിലൊക്കെ ഒന്ന് പറയുക. നമ്മളെ ഒന്ന് നോർമൽ ആക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇവിടെ നമ്മുടെ ഇമോഷൻസിനെ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് കാം ആക്കുന്നു. അത് ഹൈ ഇൻറ്റൻസിറ്റിയിലായിരിക്കുന്നതിൽ നിന്ന് ഒന്ന് നമ്മൾ കാം ആക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു ടൈമിലാണ് നമ്മൾക്ക് ക്ലിയർ ആയി ചിന്തിക്കാൻ കഴിയുക. നമ്മളുടെ പ്രശ്നങ്ങളുടെയും വിഷമങ്ങളുടെയും ഒക്കെ സൈസ് കുറയ്ക്കാനായി നമ്മൾ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നിസ്സാരമായ പല പ്രശ്നങ്ങളും ലൈഫ് ത്രെറ്റനിങ് ആയുള്ള പ്രോബ്ലംസ് ആയി നമുക്ക് തോന്നും. ബട്ട് ആ പ്രശ്നങ്ങളും വിഷമങ്ങളും അത്ര വലിയ പ്രശ്നങ്ങളും വലിയ വിഷമങ്ങളായി തോന്നിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ചിന്തകൾ കാരണമാണ് എന്ന് തിരിച്ചറിയുക. അതിൻ്റെ സൈസ് കുറയ്ക്കാനായി ശ്രമിക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒരു വർഷത്തിന് ശേഷം ഇത് അത്ര വലിയ കാര്യമായിരിക്കുമെന്ന്. ഒരു 5 വർഷത്തിന് ശേഷം എങ്ങനെ ആയിരിക്കും? ഒരു 10 വർഷത്തിന് ശേഷം ഇത് അത്ര വലിയ കാര്യമായിരിക്കുമോ? മോസ്റ്റ് ഓഫ് ദ ടൈം ആ ചോദ്യത്തിനുള്ള ഉത്തരം അതത്ര വലിയ കാര്യമൊന്നും ആയിരിക്കില്ല എന്നായിരിക്കും. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കാൻ പോകുന്നില്ല. സിറ്റുവേഷൻസ് മാറും, ആളുകൾ മാറും, നമ്മൾ തന്നെ മറക്കും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആളുകൾ മറക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു 5 വർഷം മുൻപ് നമ്മൾക്കുണ്ടായിരുന്ന ആ വലിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളാണോ എന്ന്. മോസ്റ്റ് ഓഫ് ദി ടൈം അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മെച്യൂർഡ് ആകും, നമ്മൾ സ്ട്രോങ് ആകും. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. സമയം കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും പലതും. പലപ്പോഴും നമ്മളുടെ തിങ്കിങ് രീതി പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ആ പ്രശ്നത്തെ പല ബ്രാഞ്ചസ് ആക്കി നമ്മൾ മാറ്റും. ഇതിങ്ങനെ ആയാൽ, അതങ്ങനെ ആയാൽ എന്നിങ്ങനെ ഒരു പ്രശ്നത്തെ തന്നെ നമ്മൾ പല പോസിബിലിറ്റീസ് ആക്കി മാറ്റും. ബട്ട് മനസ്സിലാക്കുക, നമ്മൾ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്താൽ അത് എക്സ്പാൻഡ് ആകും, അത് വളരും. മറിച്ച് അതിൻ്റെ സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിൽ നമ്മളുടെ ഫോക്കസും എനർജിയും കൊടുക്കുക. സിമിലർലി നമ്മൾ സൊല്യൂഷൻസിൽ ഫോക്കസ് കൊടുക്കുമ്പോൾ അത് എക്സ്പാൻഡ് ആകും. പല സൊല്യൂഷൻസും മാർഗ്ഗങ്ങളും നമ്മളുടെ മുന്നിൽ തെളിയും. അതാണ് നമുക്ക് വേണ്ടത്. പ്രോബ്ലത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് വറി ചെയ്തുകൊണ്ടിരിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് ഓൺലി വാട്ട് യു ക്യാൻ കൺട്രോൾ. ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റി വറി ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. അത് മാത്രമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേർ ഈ കൊറോണയുടെ സിറ്റുവേഷൻ ഓർത്ത് വറീഡാണ്, പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൊറോണ വരുമോ, എൻ്റെ ഫാമിലിക്ക് വരുമോ, വന്നാൽ എന്താവും എന്നൊക്കെ പലരും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂസ് ചാനലും ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ ആദ്യം കാണുക കൊറോണ ബാധിച്ചവരുടെ വലിയ എണ്ണവും മരിച്ചവരുടെ എണ്ണമൊക്കെ ആയിരിക്കും. നാച്ചുറലി നമ്മളെ അത് ഭയപ്പെടുത്തും, വറീഡാക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വറി ചെയ്യാൽ ഒന്നും മാറ്റാൻ പോകുന്നില്ല. ഇൻഫാക്ട് അത് നമ്മുടെ സിറ്റുവേഷനെ മോശമാക്കുകയുള്ളൂ. നമ്മളിങ്ങനെ പേടിയിലും ടെൻഷനൊക്കെ കഴിയുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയില്ല നമുക്ക് കൊറോണ വരുമോ ഇല്ലയോ എന്നൊക്കെ. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സാധനമാണ് ഈ കൊറോണ വൈറസ്. ചിലപ്പോൾ അത് വരാം, വരാതിരിക്കാം. അത് നമ്മളുടെ കൺട്രോളിലല്ല. പക്ഷേ അത് വരാതിരിക്കാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാൻ പറ്റും, നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന വഴി. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, കൈ സോപ്പിട്ട് കഴുകുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ കൺട്രോളിലുള്ള, നമ്മുടെ ഇൻഫ്ലുവൻസിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ കൊറോണ വരാനുള്ള സാധ്യത വലിയ രീതിയിൽ നമുക്ക് കുറയ്ക്കാനായി പറ്റും. ചില ടൈമിൽ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കൊറോണ വരാം, അത് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ നമ്മൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് വഴി ആ ഒരു സാധ്യത വലിയ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മറിച്ച് വറി ചെയ്തിരിക്കുന്നത് ഒന്നും മാറ്റുന്നില്ല, അത് നമുക്ക് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ പിന്നീടുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഇങ്ങനെ സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നതിൽ ഒരു വലിയ പവറുണ്ട്. നമുക്ക് ഒരു സിറ്റുവേഷനോടുള്ള ഭയവും വെറീസും ആങ്സൈറ്റിയൊക്കെ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ ബുദ്ധിമുട്ടിൽ നിന്നുണ്ടാവുന്നതാണ്. മറിച്ച് ആ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആ ഒരു ഭയവും വെറിയും ആങ്സൈറ്റിയൊക്കെ അത്രയ്ക്ക് ഉണ്ടാവില്ല. ഇത് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, നമ്മളുടെ നല്ലതിനായിട്ട്. ഏത് സിറ്റുവേഷനെ ഓർത്താണ് നമ്മൾ കൂടുതൽ ഭയക്കുന്നത്, കൂടുതൽ വറീഡ് ആവുന്നത്, ആങ്ഷ്യസ് ആവുന്നത്, ആ സിറ്റുവേഷനെ നേരിടാൻ, അതിലൂടെ കടന്നു പോകാൻ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സ്ട്രോങ് ആണ്, ബോൾഡാണ്. പക്ഷേ നിങ്ങളുടെ സ്വന്തം ലിമിറ്റിംഗ് ബിലീവ്സ്, നെഗറ്റീവ് ചിന്തകളൊക്കെയാണ് നിങ്ങളെ വീക്കാക്കി തോന്നിപ്പിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ നേരിടാനുള്ള കരുത്തുണ്ട്, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫിയേഴ്സിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ നേരിടാൻ തയ്യാറാണ്. നിങ്ങളുടെ മനസ്സിനെ അതിനെ നേരിടാൻ പ്രിപ്പയർഡ് ആക്കി കഴിഞ്ഞാൽ അത് റിയൽ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ സ്ട്രോങ് ആയി തന്നെ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പലപ്പോഴും നമ്മൾ വറി ചെയ്യുന്ന 99% കാര്യങ്ങളും നടക്കാറില്ല എന്നത് വേറൊരു സത്യമാണ്. ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മെന്റൽ എക്സസൈസ് ട്രൈ ചെയ്യുന്നു. ജസ്റ്റ് കണ്ണടച്ച് നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്നതായി നിങ്ങൾ മൈൻഡിൽ കാണുക. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ സിറ്റുവേഷനെ സ്ട്രോങ് ആയി ഫേസ് ചെയ്യുന്നതായി, അതിനെ ഓവർകം ചെയ്യുന്നതായൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുക. ഈ എക്സസൈസ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്കുള്ള ഒരു ഉദാഹരണമാണ് നമ്മളുടെ പാസ്റ്റ്. അതിനൊരിക്കലും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എന്താണോ നടന്നത് അത് നടന്നതാണ്. അതിനെ ഓർത്ത് വർഷങ്ങളോളം വിഷമിച്ചിരുന്നിട്ടോ വറി ചെയ്തിട്ടോ ഒരു കാര്യമില്ല. വിഷമങ്ങൾ ഉണ്ടാവും, പക്ഷേ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ പ്രസന്റിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു നാളേക്കായി ഇന്നിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അക്സെപ്റ്റൻസിൽ നിന്നാണ് ഗ്രേറ്റ് ആയിട്ടുള്ള പവർ വരിക. പല ടൈമിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്. ആണെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അഗെയിൻ ഇത് ഈസി അല്ല, പക്ഷേ വി ഹാവ് ടു ഡു ഇറ്റ്. വേണേൽ ഒരുപാട് സമയം എടുത്തേക്കാം, ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ പലപ്പോഴും നമ്മൾക്കുള്ള പല പ്രശ്നങ്ങളും വലുതായി തോന്നുന്നത് അതിനെപ്പറ്റി നമുക്ക് നോളേജ് കുറവായതുകൊണ്ടായിരിക്കും, അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ടായിരിക്കും. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ പ്രോബ്ലംസ് ഉണ്ടായി തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായി ശ്രമിക്കുക. ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കുക. ആ കാര്യത്തിൽ അൺസർട്ടനിറ്റി കുറയ്ക്കാനായി ശ്രമിക്കുക. ആ കാര്യത്തിൽ സെർട്ടൺ ആവാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, പലരും അവരുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും വലിയ രോഗങ്ങൾ ഉണ്ടാവുമോ എന്ന് ഓർത്ത് വളരെ ടെൻഷൻ ആവും. നമ്മൾ ഡോക്ടറല്ല, ഒരു നിസാര ചെറിയ കണ്ടീഷൻ വല്ലതും കണ്ട് അത് ക്യാൻസർ ആണ്, അതാണ് ഇതാണൊക്കെ ഓർത്ത് ആകെ വിഭ്രാളപ്പെടും. ആ ടൈമിൽ അതിന് പകരം അത്ര ടെൻഷൻ ആണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് വേണ്ട ടെസ്റ്റുകളൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂൾ ആവുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷനിലെ അൺസർട്ടനിറ്റിയെ ഒഴിവാക്കുക. ശരിയായ ഇൻഫർമേഷൻ നേടി സെർട്ടൺ ആവുക. ആൻഡ് നമ്മളുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യാനായി ശ്രമിക്കുക. അതിനെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ ശ്രമിക്കുക. അൺഹെൽത്തി ആയുള്ള തോട്ട് പാറ്റേൺസിനെ ഹെൽത്തി ആയ രീതിയിലോട്ട് മാറ്റുക. ഡിസ്ട്രക്റ്റീവ് ആയുള്ള തോട്ട് പാറ്റേൺസിനെ കൺസ്ട്രക്റ്റീവ് ആയി മാറ്റുക. നിങ്ങൾക്ക് അൺഹെൽപ്ഫുൾ ആയുള്ള തോട്ട്സിനെ ഹെൽപ്ഫുൾ ആയ തോട്ട്സ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, പലരുടെയും ഒരു തോട്ട് പാറ്റേൺ ആണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നത്. ഈ തോട്ട് ഭയങ്കര ടോക്സിക് ആണ്. ഇങ്ങനെയുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ അതിനെ റീഫ്രെയിം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ആ തോട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനെ ചോദ്യം ചെയ്യുക. ആ തോട്ടിനെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കൺക്ലൂഷനിലോട്ട് എത്തിക്കുക. ആ തോട്ടിനെ ഒബ്സർവ് ചെയ്യുക. നമ്മൾ ആദ്യം പറയുകയുണ്ടായി നമ്മുടെ ചിന്തകളിൽ പല തെറ്റിദ്ധാരണകളും ബയാസുകളൊക്കെ ഉണ്ടാവുമോ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ട്സിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ തോട്ടിനെ ചോദ്യം ചെയ്യുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് ശരിക്കും സത്യമാണോ എന്ന്. ആ ഒരു തോട്ടിനെ ഹെൽത്തി ആയുള്ള തോട്ടാക്കി റീഫ്രെയിം ചെയ്യുക എന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. സോ നിങ്ങളുടെ ആദ്യത്തെ ആ തോട്ടിനെ നിഷേധിക്കുന്ന വിധത്തിലുള്ള തെളിവുകളുണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ആ രീതിയിൽ അതിനെ ചോദ്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന തോട്ടിനെ ഞാൻ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലായേക്കാം അത് 100% ശരിയല്ല എന്നത്. കാരണം കുറച്ച് പേർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്, എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിലുള്ള കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു തോട്ട് 100% ശരിയല്ല. പക്ഷേ എനിക്ക് തോന്നിയേക്കാം എന്നിരുന്നാലും കുറേ പേർക്ക് എന്നെ ഇഷ്ടമല്ലാത്തതിൽ എനിക്ക് വിഷമമുണ്ടെന്ന്. സോ എനിക്ക് എന്നോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് എന്നെ കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന്.
മേ ബി മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റെ സ്വഭാവത്തിലുണ്ടാവും, എൻ്റെ ക്യാരക്ടറിലുണ്ടാവും. മേ ബി ഞാൻ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചധികം പേർക്കെങ്കിലും എന്നെ ഇഷ്ടപ്പെടുകയായിരിക്കും. മേ ബി എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളായിരിക്കും എൻ്റെ ചുറ്റുമുള്ളത്. അപ്പോൾ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ മീറ്റ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമാവുമായിരിക്കും. അങ്ങനെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള തോട്ട് പാറ്റേണിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല വഴികളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അതിന് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഓൾ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയാവാൻ പോകുന്നില്ല. പ്രാക്ടീസ് മേക്ക് പ്രോഗ്രസ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാനായി നിങ്ങൾ ശ്രമിച്ചാൽ ഓവർ ടൈം നിങ്ങളുടെ സ്വന്തം ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മോശമാക്കാതെ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാനായി നിങ്ങൾക്ക് സാധിക്കും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.